ഇന്ത്യയുടെ സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കാനായിരിക്കുന്നത്. ടീമിന്റെ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. മോശം ഫോമിലാണെങ്കിലും അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടീം മാനേജ്മെന്റ്. ഇരുവരെയും മാറ്റുന്നില്ലെന്ന മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാണ് സൂചന നൽകിയിരിക്കുന്നത്. അഭിഷേകിന്റെ ഫോം ഔട്ടിനെ കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്നാണ് സൂര്യ ആദ്യം പറഞ്ഞത്. അഭിഷേകിന്റെ ഫോമിനെ കുറിച്ച് ആശങ്കപ്പെടുത്തവരെ ഓർത്താണ് താൻ വിഷമിക്കുന്നത് എന്നും അഹമ്മദാബാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. T20 ലോകകപ്പിൽ ഇതുവരെ കളിച്ച 3 മത്സരങ്ങളിൽ ഒരു റൺസ് പോലും നേടാനായി അഭിഷേകിന് സാധിച്ചിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ USA, പാകിസ്ഥാൻ, നെതർലൻഡ് ടീമുകൾക്കെതിരെ നടന്ന മത്സരത്തിൽ 0-ന് അദ്ദേഹം പുറത്തായിരുന്നത്. ടീം മാനേജ്മെന്റ് അഭിഷേകിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. US-നെതിരായ മത്സരത്തിന് മുൻപ് താരത്തിന് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിഷേകിന്റെ പ്രകടനത്തെ ബാധിക്കുകയായിരുന്നു. നമീബിയക്കെതിരെ സഞ്ജു ആയിരുന്നു ഓപ്പണിംഗിന് അഭിഷേകിന് പകരം എത്തിയിരുന്നത്. ആ മത്സരത്തിൽ 8 പന്തിൽ 22 റൺസ് നേടിയ സഞ്ജു ടീമിന് മികച്ച തുടക്കം സമ്മാനിച്ചിരുന്നു. എന്നാൽ T20 ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേകിന് ലോകകപ്പിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും അവസരം ലഭിക്കാനുള്ള സാധ്യതകളാണ് ടീം മാനേജ്മെന്റ് പ്രതികരണത്തിൽ നിന്നും വന്നിരിക്കുന്നത്. വൺ ഡൗണായി കളിക്കുന്ന തിലക് വർമ്മയുടെ ഫോമിലും ടീം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. എല്ലാ മത്സരങ്ങളിലും 25 റൺസ് എടുത്ത് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിലും ഏകദിന ശൈലിയിലാണ് തിലകിന്റെ ബാറ്റിംഗ്. തിലകിന്റെ മോശം സ്ട്രൈക്ക് റേറ്റ് ടീം ഇന്ത്യയുടെ സ്കോറിംഗ് വേഗം കുറയ്ക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. തിലകും സൂപ്പർ 8-ൽ ടീം ഇന്ത്യക്കൊപ്പം കളിക്കുമെന്നുള്ള സൂചനയാണ് സൂര്യ നൽകിയിരിക്കുന്നത്. ടീം മാനേജ്മെന്റ് ആവശ്യപ്പെടുന്ന പോലെയാണ് തിലക് കളിക്കുന്നത്. തുടക്കത്തിൽ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാൽ കുറച്ച് ഓവറുകൾ കരുതലോടെ കളിക്കാനാണ് തിലകിന് നൽകിയ നിർദ്ദേശം. നിലവിലെ ബാറ്റിംഗിൽ തിലകും സന്തുഷ്ടനായിരിക്കില്ല. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ തിലകിനെക്കുറിച്ചും തങ്ങൾക്ക് ആശങ്കയില്ല എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. ഏത് വിക്കറ്റുകളുമായും പൊരുത്തപ്പെടാൻ തങ്ങൾക്ക് തയ്യാറാണ്. ഏത് തരത്തിലുള്ള ബാറ്റിംഗ് വേണമെന്ന് അറിയാം. മികച്ച സ്കോർ നേടണമെന്നുള്ള ആഗ്രഹവും തങ്ങൾക്കുണ്ട്. എന്നാൽ ചിലപ്പോൾ സ്മാർട്ട് ക്രിക്കറ്റ് കളിക്കേണ്ടതായുമുണ്ട്. മികച്ച തുടക്കം ലഭിച്ചാൽ തങ്ങൾ അഗ്രസീവായി തന്നെ മുന്നോട്ട് പോകുമെന്നുമാണ് സൂര്യ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമീബിയക്കെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സൂപ്പർ 8-ലും സഞ്ജുവിനെ പുറത്തെടുക്കേണ്ടി വരുമെന്നുള്ള സൂചനയാണ് സൂര്യ നൽകിയിരിക്കുന്നത്. ടോപ്പ് ഓർഡറിൽ കൂടുതലും ഇടങ്കയൻ ബാറ്റർമാരാണ്. ഇത് വെല്ലുവിളിയാകുന്നുണ്ടെന്ന് ഇന്ത്യയുടെ സഹപരിശീലകൻ റിയാൻടൺ ഡോഷാറ്റ പറഞ്ഞിരുന്നു. സഞ്ജു ബെഞ്ചിൽ കാത്തിരിക്കുന്നുണ്ട് എന്നും ഏതൊരു നിമിഷം വേണമെങ്കിലും അദ്ദേഹത്തിനെ തങ്ങൾ എഫക്റ്റീവായി തന്നെ യൂസ് ചെയ്യുമെന്നുമാണ് ഇന്ന് റിയാൻടൺ ഡോഷാറ്റ പ്രതികരിച്ചത്. നെറ്റ് സെഷനിൽ സഞ്ജു ദീർഘനേരം തന്നെ പരിശീലനത്തിലും ഏർപ്പെട്ടിരുന്നു. എന്തായാലും സൂപ്പർ 8 പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും പ്ലേയിങ് ഇലവനിൽ തുടരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് മാനേജ്മെന്റ് നൽകുന്നത്. ഒരവസരം സഞ്ജു സാംസനെ കാത്തിരിപ്പുണ്ട് എന്നും ടീമിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തെ ഉപയോഗിക്കുമെന്നും സഹപരിശീലകനായ റിയാൻടൺ ഡോഷാറ്റ ഇന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്ലേയിങ് ഇലവനിൽ ഒരുപക്ഷേ ഒരു സർപ്രൈസ് നീക്കമായി സഞ്ജുവിനെ കാണാനായി സാധിച്ചേക്കാം.